കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ വന്ന് എക്സൈറ്റഡ് ആയി. തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ വേറെ യൂണിവേഴ്സിലാണ്, നമ്മൾ അവരുടെ ഒപ്പമാണ്. ആ രീതി എൻജോയ് ചെയ്ത് നമ്മൾ എല്ലാം മറന്ന് ഒച്ചപ്പാടുണ്ടാക്കി കാർപ്പ് വിളിച്ച് കൈയടിച്ച് ഇറ്റ്സ് ഓസം മാൻ. എവറി സെക്കൻഡ് നമുക്ക് ഗൂസ് ബംസ് വരും, എവറി സെക്കൻഡ് നമുക്ക് ഗൂസ് ബംസ് വരും. ലാലേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. വേറെ ലെവൽ കംബാക്കാണ്, 100% കംബാക്കാണ്. കാരണം കഴിഞ്ഞ കുറേ ഇയേഴ്സായിട്ട് ദിലീപേട്ടന് പ്രത്യേകിച്ച് ഹിറ്റുകളൊന്നുമില്ല. ഇത് വമ്പൻ ഹിറ്റ്, വമ്പൻ തിരിച്ചു വരും. നമ്മുടെ രാമലീലയ്ക്ക് ശേഷം ദിലീപിൻ്റെ വമ്പൻ കംബാക്ക് എന്ന് പറയാൻ പറ്റും. കാരണം അത്ര കുറേ നാളായിട്ട് ദിലീപേട്ടന് നല്ല സിനിമകളൊന്നുമില്ല, അത്ര ഹിറ്റ് പടങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് 110% ഷുവർ ഞാൻ പറയുന്നു, പടം വമ്പൻ ഹിറ്റായിരിക്കും. കാരണം ആ രീതിയിൽ എൻജോയ് ചെയ്തു. തിയേറ്റർ ക്രൗഡ് അങ്ങനെയായിരുന്നു. ക്രൗഡ് ആ രീതിയിലാണ് സപ്പോർട്ട് ചെയ്തത്. തിയേറ്ററിനുള്ളിൽ ഒരു പൂരപ്പറമ്പ് പോലെ ലെവലായിരുന്നു. ഒന്നും പറയാനില്ല, പടം വേറെ ലെവൽ. ഇത് കംബാക്ക്, ദിലീപേട്ടൻ്റെ കംബാക്ക്. ലാലേട്ടൻ ദിലീപേട്ടൻ കോംബോ വേറെ ലെവൽ. 100 കോടി 100% ഷുവറാണ്. കാരണം ലാലേട്ടൻ ഉണ്ട്, എന്തായാലും 100 കോടി അടിക്കും. ആ രീതിയിലാണ്. ഒന്നും പറയാനില്ല. മൈൻഡ് ബ്ലോയിങ് മാൻ, പൊളിച്ചടക്കി മാൻ. ഇറ്റ്സ് ഓസം മാൻ, ഇറ്റ്സ് ഓസം. കംബാക്ക് മൊമെന്റ് ആണ്. 100 ഇത്രയും ഞാൻ പടത്തിന് ദിലീപേട്ടൻ്റെ കംബാക്ക് എന്ന് പറയാൻ പറ്റില്ല. കാരണം പടം ആ രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. നമുക്കൊരു മാർക്കാൻ്റെ ഗുഡ് ബാഡെങ്കിൽ ചിലപ്പോൾ മലയാളത്തെ സിനിമ തുടക്കം അവസാനം നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് 100% എൻജോയ് ചെയ്യണമെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തോ 3 മണിക്കൂർ എല്ലാം മറന്ന്, നിങ്ങളുടെ ഡിപ്രഷൻ മറന്ന്, നിങ്ങളുടെ എല്ലാം മറന്ന് സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനത്തെ രീതിയിൽ എൻജോയ് ചെയ്യാൻ പാകത്തുള്ള കംബാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം പെർഫോമൻസ് വൈസിലാണെങ്കിലും എല്ലാവരും, കാരണം പല ക്യാരക്ടേഴ്സ് സലീംകുമാർ എല്ലാവരും കൊണ്ടുവന്നത്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എല്ലാവരും കൊണ്ട് അയിഞ്ഞാട്ടമാണ്. ഇതിൽ കൂടുതൽ അയിഞ്ഞാട്ടം വേറെ സിനിമയിൽ ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. ആ രീതിയിൽ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് പടം. പറഞ്ഞോ, ഭയം, ഭക്തി, ബഹുമാനം, കിടിലം പടം. നല്ല രസമുണ്ട്, നമുക്ക് എൻജോയ് ചെയ്ത് കാണാം. നമുക്ക് ഈ ആകാശദൂത് പോലെ കരഞ്ഞുകൊണ്ടൊന്നും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയല്ല. ഇത് ചുമ്മാ അതിങ്ങനെ ഒരു പ്രാന്തൻ്റെ കഥയും, പ്രാന്തൻ എഴുതിയ കഥയും, പ്രാന്തൻ ഡയറക്ടർ ചെയ്ത പടവും, അഭിനയിച്ചവർക്കെല്ലാം പ്രാന്തം. ഞാൻ ആദ്യമായിട്ടാണ് പടക്ക സ്റ്റാറൊക്കെ ഇത്ര നല്ല ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിനൊക്കെ നല്ല മികച്ച അഭിപ്രായം ഞാൻ കൊടുക്കുകയാണ്. ലാലേട്ടൻ, ദിലീപ്, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ എല്ലാവരും അഭിനയിച്ചിട്ടുള്ള എല്ലാവരും നല്ല തകർത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ക്രിസ്മസ് ആയിട്ട് ഒരു ക്രിസ്മസ് ട്രീറ്റാണ്. ലാലേട്ടൻ ഭാഗ്യം നല്ലൊരു ട്രീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. സ്റ്റണ്ട് അടിപൊളിയാണ്, ഡാൻസ് അടിപൊളിയാണ്, പാട്ട് അടിപൊളിയാണ്, മ്യൂസിക് അടിപൊളിയാണ്, ക്യാമറ അടിപൊളിയാണ്, എൻ്റെ ആർട്ട് അടിപൊളിയാണ്, എല്ലാം അടിപൊളി. ദിലീപേട്ടൻ അങ്ങനെ ഇതൊരു ദിലീപേട്ടനൊന്നും അല്ലാന്നേ, നമ്മൾ ചുമ്മാ പറയണ്ട. ദിലീപേട്ടൻ പടം അല്ല ഇത് മോഹൻലാലുണ്ട്, ദിലീപുണ്ട്, ഇവരെല്ലാം കൂടെ. ഇതിന് വിനീത് ശ്രീനിവാസൊക്കെ ഭരിക്കുകയാണ് ഈ പടം. വിനീത് ശ്രീനിവാസന്റെ കയ്യിലേക്ക് കൊടുത്തേക്കാണ്, ധ്യാൻ ശ്രീനിവാസന്റെ കൈ കൊടുത്തേക്കാണ്, ലാലേട്ടന് കൊടുത്തേക്കാണ്. ദിലീപേട്ടൻ മാത്രമല്ല ഈ പടത്തിൽ. ദിലീപേട്ടൻ്റെ എൻ്റെ മുഖം, എൻ്റെ സൗന്ദര്യം, എൻ്റെ പടം, അങ്ങനെയുള്ള പടം അല്ല ഇത്. എല്ലാവരും മിക്സ് ചെയ്ത് ഇത് റൈറ്റർക്കൊക്കെ വട്ടാണ്, റൈറ്റ് ചെയ്തവർക്കും വട്ടാണ്. കാരണം അങ്ങനെ ഒരു പടമാണ് ഇത്. മലയാളത്തിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ പടം ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ്. രസമായിട്ട് ചെയ്യാം. നമുക്ക് ഇത് അറ്റാക്ക് വരുന്നവരാരും വന്നിരുന്ന സിനിമ കാണേണ്ട അവസ്ഥയൊന്നുമില്ല. എന്തായാലും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. 100% ഇത് ഗംഭീര സിനിമയാണ്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കാണാതിരിക്കുന്നവരൊക്കെ ഞാൻ പറയട്ടെ, എന്താ ഒരു കാര്യം ചെയ്യും. ദിലീപേട്ടൻ്റെ റേഷൻ മണ്ണെണ്ണ, പഞ്ചസാര, പിന്നെ അങ്ങനെയുള്ള പെട്രോള്, കറണ്ട്, ഇതെല്ലാം കട്ടി എന്നിട്ട് അയാളെ പിടിച്ചൊരു മൂലയിലിരുത്ത്. അങ്ങനെയൊന്നുമില്ല. കോടതി ശിക്ഷ വിധിക്കുന്നിടം വരെ അയാൾ തെറ്റാരനല്ല. അപ്പീല് പോവാ. ഒരു രക്ഷയില്ലാത്താണ് എല്ലാം ചെയ്തത്. സത്യം പൾസറിന് എടുക്കൂലേ അതേപോലത്തെ ഫാൻ പടം പോലെ ഉണ്ടാക്കി ഹരികൃഷ്ണൻസിന്റെ ഒരു ചെറിയ കാര്യങ്ങളും അതൊക്കെ ആയിട്ട് സംഭവം ഭയങ്കര അടിപൊളിയായിട്ട് വർക്കൗട്ടായിട്ട് പോയി. മൊത്തത്തിൽ വർക്കൗട്ടായിട്ട്. പിന്നെ ഓരോ എന്താ പറയാ സംഭവം അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ലാഗിലാണ്. തെലുങ്കോടത്തിൽ പോലെ അത്ര ഓവറൊന്നുമില്ല. ഇത് കറക്റ്റ് ലോജിക്കൊന്നും നോക്കരുത്, എന്നാലും വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടായില്ല, ആരും മൈൻഡ് ഉണ്ടായില്ല. സത്യം അടിപൊളിയായിട്ട് പുള്ളി ഡയറക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ അടുത്ത് ഇങ്ങനത്തെ ഒരു പടമില്ല. ഇങ്ങനത്തെ ഫാൻ പടം നമ്മുടെ ഗുഡ് ബാഡ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അതിന്റെ ഒന്നും കാണാതിരിക്കുന്നവർ അങ്ങനെ തന്നെ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഇത് കണ്ടിരിക്കേണ്ട പറഞ്ഞല്ലേ. നല്ല ക്രൗഡിനെ വരുന്നുണ്ട, നന്നായിട്ട് വർക്കാവും. അത്രേ ഉള്ളൂ. ഇപ്പൊ ചത്ത ക്രൗഡിനെ കണ്ട വർക്കാവുന്നില്ല, നല്ല ക്രൗഡിനെ കണ്ടാൽ നന്നായിട്ട് വർക്കാവും.